ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം ഇന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ വേണ്ടി ഞാൻ തന്നെ ഡെക്കറേറ്റ് ചെയ്യുവാണ് എൻ്റെ വീട്. അപ്പം വൈകിട്ടാണ് ഞാൻ സെലിബ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിനു വേണ്ടി എല്ലാ ഡെക്കറേഷനും ഞാൻ ചെയ്യുവാണ്. നമുക്ക് നൈത്തോടെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് കുറച്ച് ബലൂൺസ് എല്ലാം ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അതെല്ലാം വെച്ച് ഞാനൊരു തട്ടിക്കുട്ടി ഡെക്കറേഷനാണ് ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ കൂടെ ഞാൻ ചെയ്തത് ഒരു റിബൺ വെച്ച് ഒരു ബോ പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതും കൂടെ ഞാൻ കാണിക്കാം. കുറച്ച് ബോയ് ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ചെയ്ത് വെച്ചത്. റെഡും വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ഒരു യെല്ലോയും വെച്ചിട്ടുണ്ട്. ഏതാ ചേരുന്നതെന്ന് നോക്കാമല്ലോ. ഞാൻ ഒരു പേസ്റ്റൽ കളർ തീമാണ് ഞാൻ എടുക്കുന്നത്. അതാണ് ഞാൻ ബലൂൺസായിട്ട് വെച്ചേക്കുന്നത്. കാരണം നൈത്തോയുടെ ബർത്ത്ഡേയുടെ ബലൂൺസ് കുറച്ച് ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ ബലൂൺസ് വെച്ചാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ കൂടെ ഞാൻ റിബണും കൂടെ ആഡ് ചെയ്യുവാണ്. അപ്പോൾ അങ്ങനൊരു ചെറിയൊരു ഡെക്കറേഷൻ എൻ്റേതായ രീതിയിൽ. അപ്പോൾ നമുക്ക് നോക്കാം എവിടെയാണ് വെച്ച് നടത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ ഒരു സ്പോട്ട് കണ്ടിട്ടുണ്ട്. അവിടെയാണ് ഞാൻ ഡെക്കറേഷൻ ചെയ്യാൻ പോകുന്നത്. അത് ഞാൻ കാണിക്കാം. എന്നിട്ട് ബാക്കി ഞാൻ ഡെക്കറേഷൻ ചെയ്യുന്നതും അത് കഴിഞ്ഞിട്ടുള്ള കാര്യവും കൂടെ കാണിക്കാം കേട്ടോ. അപ്പം എൻ്റെ ബർത്ത്ഡേയുടെ ഭാഗമായിട്ട് ഞാൻ തന്നെ ഡെക്കറേറ്റ് ചെയ്യുന്നു എൻ്റെ വീട്. അപ്പോൾ നമുക്ക് കാണാം ഡെക്കറേഷനൊക്കെ എങ്ങനെയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ബോ ഒത്തിരി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് ബോ ചെയ്യുന്നതെന്നും കൂടെ ഞാൻ കാണിക്കാവേ. ഞാൻ ഉദ്ദേശിച്ച സ്പോട്ട് ഇതാണ്. ഇവിടെ വെച്ചാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇതാണ് സ്പോട്ട്. അപ്പോൾ ഇത് നമുക്ക് ഒന്ന് ഡെക്കറേഷനൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കാവേ. ആദ്യം തന്നെ റിബൺ എടുക്കുക. നമുക്ക് എത്ര വേണമെന്നും അത് നമ്മുടെ ഇഷ്ടം അനുസരിച്ച് ഇതിൻ്റെ ലെന്ത് എടുത്താൽ മതി. റിബണിൻ്റെ ഫസ്റ്റ് ഒന്ന് വെച്ചു, അത് കഴിഞ്ഞിട്ട് ഒന്ന് ചുറ്റി കഴിഞ്ഞിട്ട് ഞാൻ 2 പ്രാവശ്യം ചുറ്റുവാണ്. ഒരു പ്രാവശ്യം ചുറ്റിയാൽ മതിയായിരുന്നു. ജസ്റ്റ് ക്യാമറയുടെ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ഒരു പ്രാവശ്യം കൂടെ ഞാൻ ചുറ്റി കഴിഞ്ഞിട്ട് ഞാൻ തള്ളവിരലിൻ്റെ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് പിന്നെ ആ വിരലിൽ തന്നെ ഒന്നുകൂടെ ചുറ്റിയിട്ട് ഈ റിബൺ ആണെങ്കിൽ ഇവിടെ ഒരു ഹോളില്ലേ, ആ ഹോളിലേക്ക് ഇങ്ങനെ ചെയ്തിട്ട് കെട്ടുണ്ടല്ലോ അതിൻ്റെ സൈഡിലൂടെ ഞാൻ ഇതുപോലെ കയറ്റിയിട്ട് കെട്ടിട്ടിട്ട് ഇങ്ങനെയാണ് ഞാൻ ബോ ഉണ്ടാക്കിയത്. അപ്പം ഞാൻ ഇൻസ്റ്റയിൽ കണ്ടിട്ടാണ് ഇങ്ങനെ ബോ ഉണ്ടാക്കിയത്. വളരെ സിമ്പിളാണ്. ഇതാണ് എൻ്റെ ചെറിയ ബോ. ഇതുപോലെ ഒത്തിരി ബോസ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് മുമ്പ് ഞാൻ കാണിച്ചത്. ജസ്റ്റ് റിപ്പീറ്റായിട്ട് ആ വീഡിയോ കണ്ടാൽ മതി. എൻ്റെ വീഡിയോ തന്നെ റിപ്പീറ്റായിട്ട് കണ്ടാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് യൂട്യൂബിൽ നമുക്ക് സെർച്ച് ചെയ്യുവാണെങ്കിൽ ഈ ബോയുടെ തന്നെ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിക്കുന്നുണ്ട്.
നമ്മുടെ അത്യാവശ്യം ഫിനിഷ് ആയിട്ടുണ്ട് ഡെക്കറേഷൻ. ഞാനിത് ബോയം വെച്ചു, റിബൺ കൊണ്ടുള്ള ബോയം വെച്ചു, ബലൂണും ഡെക്കറേറ്റ് ചെയ്തു. ഇനി നമുക്ക് ടേബിൾ ഒന്ന് അറേഞ്ച്. ഞാൻ ഫുൾ ഡെക്കറേഷനും കംപ്ലീറ്റ് ആക്കി. ഇതാണ് ഫൈനൽ ലുക്ക്. എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ ഡെക്കറേഷൻ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എൻ്റെ ബർത്ത്ഡേ ആയതുകൊണ്ട് ഹോട്ടൽ ഐഡയിലും കൂടെ കയറി. എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ. ഓക്കെ, ബൈ.